ഹലോ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാം കേട്ടോ. ലൈറ്റ് ഇല്ല കേട്ടോ, അപ്പോൾ നമുക്കൊന്ന് ലൈറ്റോടെ കൂടി ഇൻട്രോ പറയാം. ഹലോ ഗൈസ്, ഈ കോഴിയൊക്കെ കൂവുന്നുണ്ട്. പൂച്ച. ഹലോ, സമയം 5:30 കഴിഞ്ഞിട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട്. ഞാനും നാനിക്കുട്ടി മാത്രമേ പോകുള്ളൂ കേട്ടോ, ഒക്കെ ലീവില്ലാത്തതുകൊണ്ട്. അപ്പോൾ ട്രിപ്പ് എവിടെയെന്നുള്ളത് പോകെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഒട്ടുമില്ല. നമുക്ക് നേരെ മമ്മയുടെ വീട്ടിലാട്ടോ പോകേണ്ടത്. പോയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിനും ബാഗൊക്കെ എടുത്തു, എല്ലാം തയ്യാറായി നിൽക്കുന്നു. പാത്തുകൂട ഞങ്ങൾ ഇത്ര രാവിലെ കണ്ടുകൊണ്ട് അവൾ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. 6 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇതേ ഇവിടെ കെൻസോട്ട് നല്ല ഉറക്കത്തിലാണ്. ഞാനിക്കുട്ടി ഇതേ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതേ ഇക്ക എനിക്ക് എന്ത് ഗിഫ്റ്റൊക്കെ തരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെയൊക്കെ അതേ ഇവിടെ ATM വണ്ടി നിർത്തി. ഫസ്റ്റ് ATM ക്യാഷ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതേ സെക്കൻഡ് ഒരിടത്ത് പോയി എനിക്ക് ഇന്ന് പോവേണ്ട പൈസയൊക്കെ എടുത്ത് കൊണ്ട് തന്നു. അപ്പോഴേക്കും ദേ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ഫാമിലി ആയിട്ട് ദേ ഇവിടെ ലഗേജൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. 2-3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരുടെയും നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗേൾസ് ഗ്യാങ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഗേൾസ് ഗ്യാങ് ഫുൾ ആയിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് പേരൊന്നും വന്നിട്ടില്ലായിരുന്നു, ജോലിയും അല്ലാത്ത കുറച്ച് കാര്യങ്ങളായിട്ട്. പിന്നെ ദേ ഇക്ക പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞാൻ ദേ എനിക്കൊരു ഉമ്മന്താന്ന് പറഞ്ഞിട്ട് തരാതെ പോവുക കേട്ടോ, എല്ലാവരും നോക്കുന്നെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ടൈം ആയിട്ടുണ്ടായിരുന്നേ. ഇക്കാരുടെ ഭയം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇക്കക്ക് ഇപ്പോൾ ഇത് വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ലീവ് ഇല്ലായിരുന്നു. പിന്നെ ഇക്കക്ക് 2-3 ദിവസത്തെ ഈ ഒരു യാത്രയൊക്കെ വലിയ ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. ബട്ട് എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ട്രിപ്പ് പോകുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നിലും കിട്ടത്തില്ല കേട്ടോ എനിക്ക്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും രാവിലത്തെ ആ ഒരു സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം ഇവിടെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് ഞങ്ങൾ തലേ ദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് രാത്രി വന്നു, എല്ലാം പാക്ക് ചെയ്തു, നേരെ ഇറങ്ങി വന്നതാട്ടോ. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നും നല്ല ഇതിൽ ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാട്ടോ. എല്ലാവരും ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ. അവരും ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയാക്കി തന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നല്ലതായിട്ട് തന്നെ ഒരു എനർജിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കൂടെ ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. പിന്നെ പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഒരു അപ്പം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് അങ്കമാലിയിലൊരു ഹോട്ടലിൽ നിർത്തി കേട്ടോ. ഇവിടെ നല്ല ഹോംലി ഫുഡാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ കറികൾക്കും ഞങ്ങൾ ഊണാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞാനും നൈനും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണേ. ഞാൻ എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യം എടുത്ത് കഴിച്ചത് കൊണ്ടാട്ട മുളക് കേട്ടോ. അതിൻ്റെ എരിയിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ അവൾ ഫിഷ് ഫ്രൈ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം ആയിട്ട് കഴിക്കുകയാണേ. നല്ല ഫുഡായിരുന്നേ. ഞങ്ങൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു നേരെ ആതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നേ. കാരണം നല്ല ചൂടുന്ന ഒരു മഴയൊക്കെ കിട്ടിയപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കൂട്ടമൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ. പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞ ഒരു സ്പോട്ടാണ്. ഇവിടെ ഞങ്ങൾ കയറിയില്ല. ഇന്നെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ട്രിപ്പ് തന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക നഷ്ടമായി പോയത് കേട്ടോ. അത്രയ്ക്കൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. ഒരു എന്താ പറയുക പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഒരു വലിയൊരു ബ്രിഡ്ജും അതുപോലെ തന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അത്രയും അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ബ്രിഡ്ജിൽ കയറാനാണ് കേട്ടോ. നല്ല മഴ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റും ചെറിയൊരു കോടയൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുൾ എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോകുന്നത്. കാരണം ഞങ്ങൾ അധികം ഇങ്ങനത്തെ ഒരു പാലത്തിലൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ ഇവിടെ ചാടിത്തുള്ളി പോവുക കേട്ടോ. പോയപ്പോഴേക്കും ഇവിടെ കുറച്ച് പയ്യന്മാരൊക്കെ നിന്ന് ഇങ്ങനെ പാലം കുലുക്കുന്നു. എൻ്റെ എല്ലാ ഒരു ആവേശവും പോയിട്ടോ. എനിക്ക് നല്ല പേടിയായി. പിന്നെ ഞാൻ കുറച്ച് നേരം മാറിയൊക്കെ നിന്നു കേട്ടോ.
പിന്നെ ഇവിടെ ഇവന്മാരൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോയി കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നു കേട്ടോ. നല്ല എന്താ പറയുക, എവിടെ തിരിഞ്ഞാലും നല്ലൊരു ഫ്രെയിം കിട്ടും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി പ്ലേസാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ആളൊഴിഞ്ഞെടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഇനി കുളിക്കാൻ വേണ്ടി ഇറങ്ങുക കേട്ടോ. ഇവിടെ കുളിക്കാൻ പറ്റിയ ഒത്തിരി സ്പോട്ട് ഉണ്ട് കേട്ടോ. അധികം വെള്ളം അങ്ങനെ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങിയെടുത്ത കാര്യം മാത്രം കേട്ടോ പറയുന്നത്, അല്ലാതെ എല്ലായിടത്തും അല്ല കേട്ടോ. എവിടെയൊക്കെയാണ് അപകടം ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇറങ്ങിയെടുത്തത് ഇത്ര ആഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും മുങ്ങി കുളിക്കാൻ പറ്റുന്ന ആഴം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാനേ തോന്നില്ല കേട്ടോ. കോടയും ചെറിയ മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഒരു ചായത്തട്ട് നോക്കിയാട്ടോ പോകുന്നത്. കാരണം നല്ല ദേഹമൊക്കെ ക്ഷീണിച്ചായിരുന്നേ, വെള്ളത്തിൽ കളിച്ച് മറിഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ടൈമിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളിത് ഇവിടെ ഒരു ചായത്തട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ അവർ തന്നെ പൊരിക്കുന്ന കുറച്ച് കടികളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ചക്കയപ്പമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനി പോകാൻ പോകുന്ന സ്ഥലത്ത് കാട് കയറി കേട്ടോ പോകേണ്ടത്. പക്ഷേ എന്താ പറയുക, ഞങ്ങളുടെ വണ്ടി കാടിൻ്റെ നടുക്ക് വെച്ച് ഓഫായി പോയിരുന്നു. അതിരപ്പള്ളിയിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നല്ല ആനയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതുവഴി പോയൊരു ജീപ്പിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നേ. അവർ ഞങ്ങളെ അവരുടെ ജീപ്പിൽ കയറ്റി ഇരുത്തിയായിരുന്നു. ഫുൾ ഇരുട്ടാട്ടോ. ഇതേ കണ്ടില്ലേ, ഫുൾ കോടയും എല്ലാം ആയിട്ട് ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് സങ്കടപ്പെട്ട് നിൽക്കാൻ പറഞ്ഞതിനാട്ടോ അഭിനയിച്ച് ഇവിടെ തകർക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു അങ്കിള് ഞങ്ങൾക്ക് കാട്ടിലെ കുറേ അധികം കഥകൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടോക്കെ. ഈ വണ്ടി ഒരു 100 മീറ്റർ അപ്പുറം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചാടി ഒന്ന് കൈവെക്കും. ഒന്നിനാ കൈ പിടിക്കുന്നത്, നമ്മൾ കൈയോടുള്ള ഒന്നും ചെയ്യണേ. അതുകൊണ്ട് കൈ പിടിക്കും. അതാണ് കരി. അപ്പൊ എന്ത് ചെയ്യണം, പട്ടി 4 പോരാ കാണുന്നു. കഥയൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാട് കയറാമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ആതിരപ്പള്ളിയിൽ തന്നെ അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കാം കേട്ടോ. ഈ പോകുന്ന വഴി എല്ലാം ആനശല്യമുള്ള വഴിയാണ് കേട്ടോ. അത് പറഞ്ഞ് ഞങ്ങളുടെ സേഫായിട്ട് പോകാൻ പറഞ്ഞ കേട്ടോ ആ ജീപ്പുകാർ പോയത്. പിന്നെ ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചാലക്കുടിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമിൻ്റെ അടുത്തൊന്നും ഹോട്ടലോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മതി എന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു ചാലക്കുടിയിൽ എത്തിയത്. അപ്പോഴേക്കും നമ്മുടെ ഓർഡർ ചെയ്ത മന്തിയൊക്കെ എത്തിയായിരുന്നു. അൽഫാം മന്തി കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് റൈസിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ചിക്കൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ മാമ ഇവിടെ കലാഭവൻ സ്ഥലത്ത് നിന്നാട്ടോ മന്തി കഴിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനിക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാനിക്കുട്ടി മിക്സ് ചെയ്ത് എല്ലാ ചിക്കനും റൈസും എല്ലാം മിക്സ് ചെയ്ത് ഇവിടെ കഴിച്ചു തുടങ്ങിയായിരുന്നേ. നല്ല വിശന്നിരുന്നിട്ട് കിട്ടിയ മന്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആവേശമായിരുന്നേ. പിന്നെ ഇവിടെ മാമ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിൽ പോയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇനി ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ നൈനിക്കുട്ടി ഇവിടെ ഫുൾ ഡാൻസ് ആണ്. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡേ 1 വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡേ 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണുക കേട്ടോ. അടിപൊളി ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ന്യൂസ് കുട്ടി ഫാമിലി.